അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ഇന്ന് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ചെറിയൊരു ഉപദേശമാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, സുഹ്ബത്തുൽ അശ്റാരി തൂരിസു സൂഅൽ വന്നി ബിൽ അഖിയാർ. വല്ലാത്തൊരു വാക്കാണ്. നമ്മൾ ചീത്ത മനുഷ്യന്മാരെ, മോശപ്പെട്ട ആൾക്കാരെ കൂടെ കൂടിയാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുഷിച്ച സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ, നല്ലവരെ കൊണ്ട് നമ്മൾ ചീത്ത വിചാരിക്കും. ചീത്ത മനുഷ്യന്മാരെ കൂടെ കൂടിയാൽ പിന്നെ നമുക്കെല്ലാവരും മോശപ്പെട്ടിട്ടായിട്ടാണ് കാണാം. പിന്നെ നമ്മൾ ആരെയും ബഹുമാനിക്കില്ല. സയ്യിദന്മാരെന്നോ ഉസ്താദുമാരെന്നോ ഔലിയാക്കന്മാരെന്നോ മാതാപിതാക്കളെന്നോ മുതാലിബീങ്ങളെന്നോ ആലിബീങ്ങളെന്നോ ഇങ്ങനെ ഒരാളോടും അങ്ങനൊരു ബഹുമാനം നമ്മുടെ ഖൽബിലേക്ക് ഉണ്ടാവുകയില്ല. മോശപ്പെട്ടവർക്ക് അങ്ങനെയാണല്ലോ, എല്ലാവരും ചീത്തയായി കാണുകയാണ്. ആരെയും ബഹുമാനിക്കണമെന്ന തോന്നൽ അവരെ ഖൽബിൽ ഉണ്ടാകുന്നില്ല. എല്ലാവരും നിസ്സാരപ്പെടുത്തുക, എല്ലാവരെയും മോശപ്പെടുത്തുക, അവർ ചെയ്യുന്ന കുറ്റങ്ങൾ ആര് എതിർക്കുന്നുണ്ടോ അവരെ മോശപ്പെടുത്തുക എന്നൊരു സ്വഭാവമാണ് ദുഷിച്ച സ്വഭാവമുള്ളവർക്കുണ്ടാവുക. അങ്ങനെ നമ്മൾ അവരെ കൂടെ കൂടിയാൽ അതുവരെ നമുക്കുണ്ടായിരുന്ന നല്ല മഹാന്മാർ, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളോടുണ്ടായിരുന്ന ആ നല്ല ബഹുമാനം, ആ നല്ല സ്നേഹം, ആ നല്ല ഗൗരവം അതോടുകൂടെ ഇല്ലാതെയായി പോകും. പിന്നെ നമ്മൾ ആരും ബഹുമാനിക്കില്ല. കഷ്ടപ്പെട്ടിട്ട് എല്ലാവരും നിസ്സാരപ്പെട്ടിട്ട് നാം കാണുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ്. അതേ, ബഹുമാനിക്കുന്നവരെ ബഹുമാനിച്ചില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു സ്ഥാനമുണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഖൽബിൽ അത്തരത്തിലുള്ള ബഹുമാനം ഇല്ലാതെയായി പോകുന്നത് നമ്മുടെ കൂട്ടുകെട്ട് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടാണ്. ബഹുമാനപ്പെട്ടവർ വീണ്ടും പറയുന്നു, വല്ലാത്തൊരു വാക്കാണ്. നേരത്തെ സൂചിപ്പിച്ചത് ചീത്ത മനുഷ്യന്മാരെ കൂടെ കൂടിയാലാണ്. ഇനി നല്ല മനുഷ്യന്മാരെ കൂടെ കൂടിയാൽ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ, എത്ര മോശപ്പെട്ടവനായാലും അവനെ നാം ദുഷിച്ച് കാണില്ല, അവനെ നാം നിസ്സാരപ്പെടുത്തി കാണില്ല. എല്ലാവരും സ്നേഹിക്കണമെന്നുള്ള ആ വിശാലമായ മനസ്സ് നമ്മുടെ ഖൽബിൽ ഉണ്ടാകും. അത് നല്ലൊരു ഈമാനാണ്. അതെ, എത്ര വല്ല മോശപ്പെട്ടവനാണെങ്കിലും എത്ര വല്ല ദൂഷിച്ചവനാണെങ്കിലും ആരെയും മനസ്സുകൊണ്ട് വെറുക്കാൻ പാടില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തിയെ നാം അംഗീകരിക്കുന്നതല്ല, ആ വ്യക്തിയെ നാം അംഗീകരിക്കണം. അതേ, നല്ല മനുഷ്യന്മാരെ കൂടെ കൂടിയാൽ നമുക്ക് എല്ലാവരോടും സ്നേഹമുണ്ടാകും, എല്ലാവരോടും ബഹുമാനമുണ്ടാകും, എല്ലാവരോടും ആ നല്ല ചിന്ത, ആ ഹുസ്നുള്ളന്നെ എല്ലാവരോടും നമ്മുടെ ഖൽബിലുണ്ടാകും. അതാണ് നല്ല മനുഷ്യന്മാരെ കൂടെ കൂടിയാലും ചീത്ത മനുഷ്യന്മാരെ കൂടെ കൂടിയാൽ ഉണ്ടാകുന്ന സ്വഭാവത്തിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നൊരു വാക്കുണ്ട്, ഇന്നല്ലാഹ അസ്സ വജൽ ലാ യസ്അലു അബ്ദൻ ഖത്തു ലിമാ ഹസിൻത വന്നക ബിഇബാദിഹി. വല്ലാത്തൊരു വാക്കാണ്. എല്ലാവരെ കുറിച്ച് നല്ലതാണ് വിചാരിക്കേണ്ടത്. നാം ഒരിക്കലും പോലും ഒരാളെ കുറിച്ച് മോശപ്പെട്ട് വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർ, എത്ര വലിയ കള്ളുകുടിയനാണെങ്കിലും എത്ര വലിയ വ്യഭിചാരനാണെങ്കിലും എത്ര വലിയ അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നവനാണെങ്കിലും അവനെക്കുറിച്ച് നമ്മൾ നല്ലത് വിചാരിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും പോലും നമ്മളോട് റബ്ബ് ചോദിക്കില്ല. എന്തൊരു വാക്കാണ്! നമ്മളോട് അല്ലാഹു ചോദിക്കുവോ, നീ അവനെക്കുറിച്ച് നല്ലത് വിചാരിച്ചു എന്ന്? ഒരിക്കലും റബ്ബ് നമ്മളോട് ചോദിക്കില്ല. അതേ സമയത്ത് നല്ല മനുഷ്യന്മാരെ കുറിച്ച് നാം മോശപ്പെട്ട് ചിന്തിച്ചതിൻ്റെ പേരിൽ നാം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതേ സമയത്ത് നാം എല്ലാവരെ കുറിച്ച് നല്ലത് വിചാരിച്ചത് കൊണ്ടൊന്നും നാം ഒരിക്കലും നഷ്ടത്തിലാവുന്നില്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരെ കുറിച്ച് നല്ലത് ചിന്തിക്കണമെങ്കിൽ, എല്ലാവരെ കുറിച്ച് നല്ല ചിന്ത വരണമെങ്കിൽ അത് നല്ലവരെ കൂടെ കൂടണം. അപ്പോൾ എത്ര വല്ല മോശപ്പെട്ടവനെ കുറിച്ചും നല്ലത് വിചാരിക്കാൻ അങ്ങനെ ഒരു ഖൽബിനിക്കൊരു ശക്തി നമ്മളെ ഖൽബിനിക്കുണ്ടാകും. അത് നല്ലവരെ കൂടെ കൂടിയപ്പോൾ ഉണ്ടാകുന്ന ആ വലിയൊരു തൗഫീഖാണ്.
അപ്പോൾ നാം ചിന്തിക്കേണ്ടത് അതേ നമ്മൾ ആരെ കൂടെയാണ് കൂടെയുള്ളത്, നമ്മ കൂട്ടുകാർ അത് എങ്ങനെയുള്ളവരാണ്, നല്ലവരാണോ മോശപ്പെട്ടവരാണോ? അതേ മോശപ്പെട്ടവരാണെങ്കിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ആ മോശമായ സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതേ സമയത്ത് നമ്മൾ അങ്ങനെയുള്ള കൂട്ടുകെട്ടാണെങ്കിൽ അതൊന്ന് മാറ്റിവെച്ച് എല്ലാവരെ കൂടാൻ നോക്കണം. എന്നാൽ നമുക്ക് ഈ നല്ലൊരു സ്വഭാവം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. ആ കൂട്ടരിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.